വെൽക്കം ടു ബാക്ക് മൈ ചാനൽ ജാബി ബോസ്. അപ്പം ഞാൻ വന്നുള്ള കാര്യം അറിഞ്ഞതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള കാര്യം, എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ പേര് അലൻ എന്നാണ്, അവനുമായിട്ടൊരു 1v1 കളിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെസേർട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഉൾപ്പക്കർ എടുത്തിട്ടുണ്ട്, MP40 എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്ലൂവാളും അങ്ങനത്തെ സാധനങ്ങൾ, ആക്രി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ആയിരിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. റോൾ ടു 50 സബ്സ്ക്രൈബേഴ്സാണ്. 4 സബ്സ്ക്രൈബേഴ്സ് കൂടെ നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആകും. അപ്പം ഒരാഴ്ചയായിട്ട് ഞാൻ ഗെയിമിലും കാര്യങ്ങളിലൊന്നും അധികം ആക്റ്റീവ് അല്ലായിരുന്നു ഗൈസ്. അപ്പം കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ മാക്സിമം നോക്കാം, എൻ്റെ ഞാൻ ഇടാൻ നോക്കാം എഫേർട്ട്. അപ്പോൾ അവനെ ഇവിടെ കാണുന്നില്ല. അവൻ ഒളിച്ച് കളിക്കുമാണോ അതോ അവൻ നമ്മളിതുവരെ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒളിച്ച് കളിക്കായിരുന്നു. അവനൊരു ഒളിച്ച് കളി ആശാനാണ് ഗൈസ്. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അവന്. പിന്നെ ഈ കളി അവൻ തോറ്റാലും നമുക്ക് അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം അവൻ്റെ ഫോണ് എന്ന് പറഞ്ഞാൽ ചില്ലെല്ലാം പൊട്ടി ഒരുമാതിരി ഇരിക്കുകയാണ് ഗൈസ്. ഒരു ബ്രൈറ്റ്നെസ്സും ഇല്ല. അവൻ വണ്ടാ പഠിക്കാനൊക്കെ നോക്കുമ്പോൾ അവൻ്റെ കയ്യിലൊക്കെ ചെറിയ പോറലൊക്കെ വീഴാനുണ്ട് ഗൈസ്. എന്നാലും അവൻ ഈ ഗെയിം അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ് എന്നാലും ആ എഫേർട്ട് എടുത്ത് കളിക്കുന്നത്. അപ്പോൾ ഗൈസ് അവന് തോറ്റാലും അവനെ പ്രത്യേകിച്ചൊന്നും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാനാണെങ്കിലും അതേ കാര്യങ്ങളൊക്കെ സംഭവിക്കത്തുള്ളൂ. അപ്പം അവന് താണ്ട് കണ്ടിട്ടുണ്ട്, നമ്മൾ MP40 വെച്ച് അടിക്കാൻ നോക്കിയില്ല, അവൻ ഗ്ലൂ ഇട്ട് രക്ഷപ്പെട്ടു. രണ്ടാമത് അടിച്ചു. 25 ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല. കൺട്രോളും കാര്യങ്ങളൊന്നും സെറ്റാവുന്നില്ല. അവൻ പിന്നെ അവിടെ ഗ്ലൂ ഇട്ടു. അയ്യോ, നമ്മളെ കുടുക്കി ഗൈസ് അവൻ. അയ്യോ, ഇവിടെയും ഗ്ലൂ ഇട്ട് വെച്ചേക്കുന്നത് ഗൈസ്. അവനിവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നൈസിന് നമുക്കൊന്ന് മെഡിക്കിറ്റ് അടിച്ചേക്കാം അവൻ വരുന്നതിന് മുമ്പ്. അവനിവിടെ എവിടെയോ ഉണ്ട്. അവൻ എവിടെയോ ഒളിച്ചിരിക്കും. അയ്യോ, ഇപ്പം കിട്ടിയത് ആ സ്പേസിൽ കൂടെ. ചിലപ്പോൾ അവനൊന്ന് വണ്ടാ പഠിക്കാനും ഞാൻ വെച്ചു ഗൈസ്. ഫസ്റ്റ് റൗണ്ടും കാര്യങ്ങളും അയ്യോ നമുക്ക് പ്രത്യേകിച്ച് ഡാമേജും കാര്യമൊന്നും കിട്ടിയില്ല. ഒരു കൺട്രോൾ പോലും നമുക്ക് സെറ്റ് ആവുന്നില്ല ഗൈസ്. നമ്മുടെ കൺട്രോളിൽ ഡിമിട്രിനെ എടുത്തിട്ടുണ്ട്. സോണിക്കേറി അവൻ ചെത്തു. നമുക്ക് ഡിമിട്രി ഉണ്ടായിട്ടാ നമ്മളെ സോണിയ വന്നതാണ് ഗൈസ്. ഡിമിട്രി അത് നമ്മളെ രക്ഷപ്പെടുത്തി. അവന് സോണിയ ഇല്ലായിരുന്നു എന്നാ തോന്നുന്നു. CK ബെല്ലാരി എന്നാണ് അവൻ്റെ അക്കൗണ്ടിൻ്റെ പേര്. അപ്പം എല്ലാവരും ഫ്രണ്ട് റിക്വസ്റ്റ് ഇടണമെന്നുള്ളവർ അവൻ്റെ പേരൊക്കെ അടിച്ചു നോക്കിയാൽ മതി. 2 ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ മാക്സിമം എൻ്റെ UID ഇടാൻ നോക്കുന്നതായിരിക്കും. പിന്നെന്താ ഗൈസ്, 2 പേർക്ക് ഇനി കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ 2 പേരെ ലെഫ്റ്റ് അടിച്ച് ഇട്ടേപ്പോൾ ഉണ്ടായിരുന്നതിന്. അപ്പം അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ എന്തായാലും എൻ്റെ UIDയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മുടെ സോനുവിൻ്റെ ചേട്ടൻ്റെ ഫേസ് റിവീൽ, അതായത് നമ്മുടെ ക്യാമറാമാൻ്റെ ഫേസ് റിവീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം ക്യാമറാമാൻ്റെ ഫേസ് കാണണം എന്ന് താല്പര്യമുള്ള എല്ലാ മച്ചാന്മാരും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. 50 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും. അപ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് ഗൈസ്. നമുക്ക് വണ്ടാ പഠിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കാം. നമ്മൾ ഗൺ സ്കിന്നൊന്നും പ്രത്യേകിച്ച് ഇട്ടിട്ടില്ല ഗൈസ്. ഓക്കെ. അയ്യോ, നമ്മുടെ വെസ്റ്റൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അവൻ. വെസ്റ്റൊന്നും റിപ്പയർ ചെയ്ത പോലുമില്ല നമ്മൾ. കഴിഞ്ഞ കളി കണ്ട് പൊട്ടിയതാണ്. 143 ഹെഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ അങ്ങ് ഉറക്കിയിട്ടുണ്ട് ഗൈസ്. 143 അല്ല, സത്യത്തിൽ കുറേ റെഡ് നമ്പേഴ്സാണ്. അതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനുള്ള കാരണം എൻ്റെ ഫോണിനകത്ത് ഭയങ്കര ലാഗാണ് ഗൈസ്. ഇതിപ്പോൾ ഞാൻ വേറൊരു ഫോണിൽ കൂടാണ് റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫോണിനകത്ത് ഭയങ്കര ലാഗാണ്. അതുകൊണ്ട് കളിക്കുമ്പം വീഡിയോ എടുത്താൽ ഒടുക്കത്തെ ലാഗാവും. അതുകൊണ്ടാണ് ഞാൻ അതിനകത്തുനിന്ന് വീഡിയോ എടുക്കാത്തത് ഗൈസ്. രണ്ടാമത്തെ റൗണ്ടാണെങ്കിൽ നമ്മൾ അവനൊരു വണ്ടാപ്പൊക്കെ അടിച്ച് അങ്ങ് ഉറക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ റൗണ്ടാണ് ഗൈസ്. 3ാമത്തെ റൗണ്ടിൽ അവനിനി എന്താവുമെന്നറിയില്ല. അവനെടുക്കുമോ അതോ ഞാൻ എടുക്കുമോ എന്നറിയില്ല. അവന് നല്ലൊരു ഫോണായിരുന്നു അവൻ എടുത്തേന്. അവൻ കളിക്കാറിയാവുന്നൊരു പ്ലെയർ തന്നെയാണ്. നല്ലൊരു ഫോണില്ലാത്തതുകൊണ്ടാണ് ഗൈസ്. അവൻ്റെ പപ്പയുടെ ഫോണിലാണ് അവൻ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് നല്ല പാടായിരിക്കും. അവൻ്റെ പപ്പയുടെ ഫോണിലാണ് അവൻ കളിക്കുന്നത്.
അവരുടെ പപ്പയുടെ ഫോണാണെങ്കിൽ ഫുള്ള് ഡിസ്പ്ലേ ഒക്കെ പോയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന് പ്രത്യേകിച്ചൊന്നും കളിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മളപ്പം വണ്ടപ്പൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കയറിയില്ല. അതേ ഇപ്പോൾ നടന്നത്. അവന് പക്ഷേ ബോഡി ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റെക്കോർഡിങ്സായിട്ടാണ് കാണാത്തത്. അതുകൊണ്ടാണ് അവനൊന്ന് ഒളിച്ച് കളിക്കുന്നത്. അവനൊന്ന് വെളിയിലോട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ ഒരു വണ്ടാപ്പ് കൊടുക്കാമായിരുന്നു. അപ്പോൾ ബാക്കിലൊക്കെ വന്ന് നമ്മളെ അടിക്കാൻ നോക്കുന്നുണ്ട്. കള്ളൻ ബാക്കിൽ കൂടെ വരുവാണ് ഗൈസ്. അത് ചാടി വന്നത് 143 ഹെഡും കാര്യങ്ങളും പിന്നെയും. അപ്പം ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് അങ്ങ് ലൈക്ക് അടിച്ചേക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ കമൻറ്റ്, ഷെയർ, ലൈക്ക് അതൊന്നും ചെയ്യാൻ മറക്കണ്ടേ. നമ്മൾ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചു. അത് ചുമ്മാ അവിടെ കാണാൻ വെച്ചേക്കുന്നതല്ല ഗൈസ്. കയറി അങ്ങ് അടിച്ച് പൊട്ടിച്ചോ. ഞാൻ ലൈക്ക് ബട്ടണും കൂടെ അടിച്ചങ്ങ് പൊട്ടിച്ചോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ അടിച്ച് പൊട്ടിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പം എൻ്റെ പ്രതീക്ഷ തെറ്റിക്കരുത്. 3ാമത്തെ റൗണ്ടാണ്. അതിൽ 2 റൗണ്ട് വണ്ടപ്പോൾ 1 റൗണ്ട് ഡിമിട്രി ഇട്ടായിരുന്നു. അത് ആദ്യത്തെ റൗണ്ട് ചക്കയായിരുന്നു ഗൈസ്. ഡിമിട്രിയാണ് നമ്മളെ സഹായിച്ചത്. ഇപ്പം 3 റൗണ്ട് നമ്മളെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവന് കിട്ടിയേനെ ആദ്യത്തെ റൗണ്ട്, ചിലപ്പോൾ അവന് കിട്ടിയേനെ. അവനാണ് എനിക്ക് ഡാമേജും കാര്യങ്ങളൊക്കെ തന്നെ. ഞാൻ 61 ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തോളൂ. എനിക്ക് ആദ്യത്തെ റൗണ്ട് MP40 വെച്ച് ഒട്ടും കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും കളിക്കാൻ പറ്റിയില്ല. എനിക്ക് ബെർമൂഡ മാപ്പിൽ അധികം വാക്കില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ ഓൾഡ് പീക്കുള്ള സമയത്ത് ഇത്രയെങ്കിലും പറ്റുമായിരുന്നു. ഇപ്പം ന്യൂ പീക്ക് വന്നപ്പം 1v1ഉം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഭയങ്കര പാടാണ് ഗൈസ്. BRും CS ഒക്കെ പോകുമ്പോൾ വലിയ ഇഷ്യൂ ഒന്നുമില്ല, നമ്മൾ അടിക്കാനൊക്കെ പറ്റും. 1v1ഒക്കെ പോകുമ്പോൾ ഇത്തിരി പാടാണ്. പിന്നെ ബെർമൂഡ മാപ്പിൽ ഇത്തിരി പാടുള്ള സ്ഥലം എന്ന് വെച്ചാൽ മറ്റേ എല്ലാ സ്ഥലം ഉണ്ടല്ലോ, ഗ്രാവിറ്റിയുടെ സ്ഥലം, ചാടുമ്പോൾ ഭയങ്കരമായിട്ട് പൊങ്ങിപ്പോകുന്നത്. അവിടെ ആണെങ്കിൽ എന്താ പുറവിൽ നിന്നൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി അവിടെ ചാടുമ്പോൾ ഭയങ്കരമായിട്ട് പൊങ്ങിപ്പോകുന്ന സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് ഒട്ടും കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അവനില്ല കൂടെ കയറി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, പറഞ്ഞ് നാക്കെടുത്തിട്ടില്ല. കയറി വന്ന് ഹെഡ് ഷൂട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ അങ്ങ് ഉറക്കിയിട്ടുണ്ട്. നമ്മളിപ്പം 4 റൗണ്ട് എടുത്തിട്ടുണ്ട്. 4ാമത്തെ റൗണ്ട് 3 റൗണ്ട് വണ്ടാപ്പ് അടിച്ചപ്പോഴാണ് നമ്മുടെ സോനുവിൻ്റെ ചേട്ടൻ്റെ ചാലഞ്ച്. ഇപ്പം 3 റൗണ്ട് ഞാൻ എംഡം വെച്ചാണ് വണ്ടാപ്പ് അടിച്ചിട്ടുള്ളത്. അപ്പം സോനുവിൻ്റെ ചേട്ടൻ പറയുകയാണ്, ഉത്പക്കർ വെച്ചൊരു വണ്ടാപ്പ് അടിച്ച് കാണിച്ചു തരുമോ, എന്നാൽ ഞാൻ നിനക്ക് 10 രൂപ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 10 രൂപയുടെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ അടുത്ത വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോനുവിൻ്റെ ചേട്ടൻ 10 രൂപ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചെളി വാരി മോന്തയ്ക്ക് പൂശണം. ചെളി വാരി മോന്തയ്ക്ക് പൂശണം. ചെളിയൊന്നും വാരി മോന്തയ്ക്ക് പൂശില്ല, എന്നാലും ഞാൻ പഞ്ചിനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. ഉത്പക്കറിന് വണ്ട പഠിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കട്ടെ. സോനുവിൻ്റെ ചേട്ടൻ്റെ ചാലഞ്ചാണ് ഗൈസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ 10 രൂപയാണ്. മോനെ 363 നൈസ് ഒരു വണ്ടാപ്പ് പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോനുവിൻ്റെ ചേട്ടൻ അടുത്ത വീഡിയോക്കകത്ത് നമുക്ക് 10 രൂപ തരും. 10 രൂപ തന്നിട്ടേ നമ്മൾ വീഡിയോ തുടങ്ങത്തുള്ളൂ ഗൈസ്. അപ്പം എന്താ ഗൈസ്, 5 റൗണ്ട് ഇപ്പോൾ ആയിട്ടുണ്ട്. ഈ റൗണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ റൗണ്ട് പിന്നെ ഒരു റൗണ്ടും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ അത് നമ്മളെടുത്ത ബുയാണ് ഗൈസ്. അവനിന് റിവഞ്ച് എടുക്കുമോ എന്ന് എനിക്കറിയില്ല. റിവഞ്ച് എടുത്താൽ നൈസ്, തീർന്ന് കഥം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അവ 2 റൗണ്ട് എടുക്കാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കും. പക്ഷെ അവൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഗൈസ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 50 സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും. സോനുവിനെ ചേട്ടൻ്റെ ഫേസ് റിവീല് എന്നുവെച്ചാൽ നമ്മുടെ ക്യാമറമാൻ്റെ ഫേസ് റിവീലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വന്ന വഴി താണ്ട് ഈ ഡ്രോപ്പ് ചാവണ്ടേ ആയിരുന്നു, എന്തോ ലക്ക് കാരണം ചത്തില്ല. സോനു സ്പെക്കറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്, എന്നെ സ്പെക്കറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ അലനെ സ്പെക്കറ്റ് ചെയ്യുന്നുണ്ട്. സോനു മാത്രമല്ല, എൻ്റെ വേറൊരു ഫ്രണ്ട് ആഷ്ലി എന്ന് പറയും, അയാളും സ്പെക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ചെറുക്കൻ ബാക്കിൽ കൂടെ ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഉങ്കോങ്ങൊക്കെ ഇട്ടിട്ട് ബാക്കിൽ കൂടെ ഒക്കെ വന്നിട്ടുണ്ടാകും. ഗ്ലൂവാളിൻ്റെ പുറമൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട്. നമ്മളവിടെ തന്നെയാണ് ഒളിച്ചിരുന്നത്. നമ്മുടെ ഗ്ലൂവാൾ സ്കിന്ന് റെക്കോർഡിങ്സിലായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അയ്യോ, എന്ന് വണ്ടാപ്പടിക്കാൻ നോക്കി, പക്ഷെ കയറിയിട്ടില്ല. അയ്യോ, ഇന്നെന്താ ലൈഫ് കൂട്ടിയില്ലേ?
അവൻ ലൈഫ് കൂട്ടിയിട്ടില്ലായിരുന്നു ഗൈസ്. അതാണ് ഒരടിക്ക് അല്ല ഡാമേജ് കൊടുത്തു, ലൈഫ് കൂട്ടിയില്ല ഒരടിക്കകത്ത്. അപ്പം ഈ ഒരു കളി കഴിഞ്ഞാൽ നമ്മളവനെ വിളിച്ച് കളിയാക്കണം എന്നൊക്കെയാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കളിയാക്കുന്നില്ല ഗൈസ്. അലൻ പറഞ്ഞ് അവന് എന്തോ ഒരു ഇഷ്യൂ പറ്റി, അതുകൊണ്ട് സോണിക്കർ ചാവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ വരുന്നതാണ്. ഫസ്റ്റ് തന്നെ സോണിൻ്റെ ചേട്ടൻ്റെ 10 രൂപ ആയിരിക്കും ഗൈസ്. ഓക്കെ.